കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം മിസ് പഠിപ്പിച്ചു തരട്ടെ. എന്തൊക്കെയാണ് നമുക്ക് ഇത് പഠിക്കാനുള്ളത് നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാം അല്ലെ. ഇതെന്താണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു അല്ലെ. ആനയും കൂട്ടുകാരും ഒക്കെ ചേർന്ന് കൃഷി നടത്താൻ തുടങ്ങിയ കാര്യം ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൃഷി ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അല്ലെ. ഒരുപാട് സമയം വേണം നമുക്കൊരു കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള ഒരു വിളവ് കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അത് ആഹാരമാക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എത്ര കൂട്ടുകാർ ഇതിനു മുന്നേ ഒരു വിത്തെങ്കിലും നട്ടിട്ടുണ്ട്? നിങ്ങൾ വിത്ത് നട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ. നിങ്ങൾ വിത്ത് നടുന്നതിന് മുന്നേ നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാ നമ്മൾ വിത്തൊക്കെ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് വിത്ത് നട്ട് ഒരു കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അതിനു വേണ്ടി എവിടെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നമ്മൾ തീരുമാനിക്കണം. മാത്രം പോരാ, ആ നിലത്തെ നമ്മൾ കൃത്യമായിട്ട് ഒരുക്കുകയും വേണം. അപ്പൊ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നിലം ഒരുക്കുക എന്നുള്ളതാണ്. നിലം ഒരുക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ലെ? അത് ഉഴുതുമറിക്കണം, നല്ല രീതിയിൽ ഉഴുതുമറിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കലപ്പയൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ എന്താ ഉപയോഗിക്കാറ്? ട്രാക്ടറാണ് ഉപയോഗിക്കാറ്. ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും അല്ലെ? നല്ല രീതിയിൽ വിത്ത് നടാൻ വേണ്ടി തുടങ്ങും. അപ്പൊ വിത്ത് നടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നല്ല വിത്താണോ ശേഖരിച്ചിരിക്കുന്നതെന്ന് ഉറപ്പാക്കണ്ടേ? വിത്ത് നട്ട് കഴിയുമ്പോഴത്തേക്ക് അല്ലെ എന്ത് ചെയ്യാൻ തുടങ്ങും? വിത്ത് നല്ലപോലെ മുളയ്ക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നല്ലപോലെ വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം അല്ലെ. ഇതൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ ആ വിത്തെടിയെ നല്ലപോലെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞോ പരിപാടി? ഇല്ല. ചെടി വളരുന്നതിനോടൊപ്പം തന്നെ എന്തും വളരാൻ സാധ്യതയുണ്ട്, കളകളും വളരാൻ സാധ്യതയുണ്ട് അല്ലെ. കളകളും വളരാൻ സാധ്യതയില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കള പറിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കളയും പറിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ചെടിക്ക് നല്ല പോലെ വളരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നല്ലപോലെ വെള്ളം കൊടുക്കണം, നല്ലപോലെ വളം ഇട്ട് കൊടുക്കണം അല്ലെ. വിത്ത് വിതയ്ക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ഉണ്ടായത്, നമ്മുടെ വിളവിനെ നമ്മൾ കൊയ്തെടുക്കേണ്ടതില്ലേ? നല്ല പോലെ അത് കൊയ്തെടുക്കണം അല്ലെ. കൊയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അത് ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ കൃഷി ചെയ്യാൻ കുറേ പരിപാടികൾ ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞ കാര്യം ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായോ? അപ്പൊ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് കൃഷി പഴഞ്ചൊല്ലുകൾ കൂടെ നമുക്കൊന്ന് പഠിച്ചാലോ? നോക്കിക്കേ. വിത്ത് ഗുണം 10 ഗുണം അല്ലെ. നല്ല വിത്താണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യും? വിളവ് ലഭിക്കും. ഞാറില്ലെങ്കിൽ ചോറില്ല, ഞാറില്ലെങ്കിൽ ചോറില്ല. പിന്നെ എന്താ പറയാ? നമുക്ക് മുളയിൽ അറിയാം വിള അല്ലെ. മുളയിൽ അറിയാം വിള എന്ന് പറയാം. അടുത്ത നോക്കിക്കേ നിങ്ങൾ. പത്തായം ഉള്ളിടം പറയും കാണും. പത്തായം എവിടെയാണ് ഉള്ളത് അവിടെ എന്തും കാണാൻ വേണ്ടി സാധിക്കും, പറയും കാണാൻ വേണ്ടി സാധിക്കും. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് അല്ലെ. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. യെസ്. അടുത്ത നോക്കിക്കേ. കള പറിച്ചാൽ കളം നിറയും. കള പറിച്ചു കഴിഞ്ഞാൽ കളം നിറയും അല്ലെ. പിന്നെയും ഒരുപാട് കൃഷി പഴഞ്ചൊല്ലുകൾ വേറെയും ഉണ്ട് അല്ലെ. യെസ്. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, ഒത്തുപിടിച്ചാൽ മലയും പോരും. ഇതൊക്കെ നമ്മൾ കൃഷിയുമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് പറയാം അല്ലെ. ആളുകളുടെ അധ്വാനവും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്തിട്ട് പറയാം. പിന്നെ എന്തൊക്കെയാണുള്ളത്? നിങ്ങൾക്ക് ഒരുപാട് പഴഞ്ചൊല്ലുകൾ വേറെയും അറിയാറില്ലേ അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ? ആലോചിച്ച് നോക്കുക. എന്നിട്ട് കൃത്യമായിട്ട് കൂട്ടുകാർ എന്ത് ചെയ്യുക? കൂട്ടുകാരുടെ പുസ്തകങ്ങളിൽ എഴുതുക. അപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? ഒത്തിരി ഇഷ്ടപ്പെട്ടോ? എങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് എഴുതാം. ഓൾ ദി ബെസ്റ്റ്.